നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പുതുതായി ചിലർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള ആഴ്ചകളിലും സംബന്ധിക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പ്രിയ സാം ബ്രദർ ഓർപ്പിച്ചതുപോലെ ഇന്ന് നെറ്റിന്റെ പ്രയാസം, യാത്രയുടെ പ്രയാസം, വിവിധ ബുദ്ധിമുട്ടുകൾ ഇന്ന് പലർക്കും ഉണ്ട്. അതുകൊണ്ട് ആഗ്രഹിച്ച എല്ലാവർക്കും തന്നെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജോയിൻ ചെയ്ത ചിലർക്ക് തന്നെ നെറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ചായിരിക്കാൻ ഇടയാകുന്നല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ശാരീരിക ക്ലേശങ്ങളുടെയും ബദ്ധപ്പാടുകളുടെയും നടുവിൽ സംബന്ധിക്കുന്നവരെ പ്രത്യേകം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥന ആവശ്യമായ ദിവസങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ മണിപ്പൂരിന് വേണ്ടി വളരെ പ്രാർത്ഥിപ്പാൻ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ ഇപ്പോൾ മഴയും അതിന്റെ പ്രയാസങ്ങളും ഈ ദിവസങ്ങളിലുണ്ട്. വൈറൽ ഫീവർ, ഡെങ്കിപ്പനി തുടങ്ങിയത് പകർച്ചവ്യാധികളാൽ വളരെ പലരും കഷ്ടപ്പെടുന്നു. പ്രാർത്ഥന ഏറെ ആവശ്യമുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം, സമൂഹത്തെ ഓർക്കാം, നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വചന പഠനത്തിനായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതിന്റെ തുടർച്ചയായ ചില കാര്യങ്ങളാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 10-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അവിടെ നിന്ന് ചില ആലോചനകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. 1 Corinthians chapter 10 verses 14 to 22. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങൾ പൂജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ? വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ? അല്ല. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വായിച്ച വേദഭാഗത്തെ പ്രമേയം അഥവാ വിഷയം എന്താണെന്ന് പ്രാരംഭമായിട്ടൊന്ന് പറഞ്ഞ ശേഷം നമ്മൾ ഓരോ വാക്യങ്ങളിലൂടെ സഞ്ചരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. സാധാരണ നമ്മൾ 2 വാക്യമോ 1 വാക്യമോ 3 വാക്യമോ ഒക്കെയാണ്. ഇന്ന് ഏറെ വാക്യങ്ങളുണ്ട്. അത്ര എടുക്കാൻ കാരണം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ധാരാളം നമുക്ക് സമയം ഉണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കൊരിന്ത് വിശ്വാസികളിൽ ചിലർ, കൊരിന്ത് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവർ അവിടുത്തെ സ്ഥലസഭയിൽ കൂടി വരുന്നവരും കർത്താവിനെ ആരാധിക്കുന്നവരും കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ അവർ അപ്പോൾ തന്നെ അവര് ആരാധനയിൽ സംബന്ധിക്കുകയും കർത്തൃമേശയിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അവര് വിഗ്രഹാർപ്പിതങ്ങൾ തിന്നുന്നവരും ആയ ചിലർ ഉണ്ട്. ആ അറിവ് തനിക്ക് ലഭിക്കുകയുണ്ടായി. ആ അറിവ് തനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാമല്ലോ, 7-ാം അധ്യായം മുതൽ കൊരിന്തിലുള്ളവർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ ഈ വിഷയം ഇത് ശരിയാണോ എന്ന് ചിലർ എഴുതി ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ കർത്തൃമേശയിൽ സംബന്ധിക്കുന്ന ചില സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ അവർ വിഗ്രഹാർപ്പിതം തിന്നുന്നു, അത് ശരിയാണോ എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നത് യാതൊരു കാരണവശാലും അത് പാടില്ല എന്നുള്ളതാണ്. 21-ാം വാക്യത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും
ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, അത് പാടില്ല. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് 22-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം അങ്ങനെ ചെയ്യുന്നു എങ്കിൽ, കർത്താവിനെ ആരാധിച്ച് കർത്തൃമേശയിൽ സംബന്ധിച്ചു പോകുന്നവർ ഭൂതങ്ങളുടെ മേശ എന്ന് വെച്ചാൽ വിഗ്രഹാർപ്പിതം തിന്നുന്നതുമായി ബന്ധപ്പെട്ടാണത്. ഭൂതങ്ങളുടെ മേശയിലും സംബന്ധിക്കുന്നു എന്ന് വരികിൽ അവർ കർത്താവിന്റെ ക്രോധം ജ്വലിപ്പിക്കുകയാണ്. ആ കോപം എന്നുള്ളതിന്റെ കഠിനമായ ഒരു വാക്കാണല്ലോ ക്രോധം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അത് മഹാപീഡന കാലത്ത് നടക്കുന്ന കാര്യമാണ്. എങ്കിലും കുഞ്ഞാടിന്റെ, കർത്താവിന്റെ കോപം വന്നാൽ അതിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയുകയില്ല. അത് വളരെ ശിക്ഷ അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ചെയ്യുന്നവർ ആത്മീയ കാര്യത്തിലും അനാത്മീയ കാര്യങ്ങളിലും ഒരുപോലെ പങ്കുകൊണ്ടു പോകുന്ന പലരുമുണ്ട്. അങ്ങനെയുള്ളവർ കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്നാണ് ആ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് ഒരു തീക്കളിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഗുരുതരമായ ഒരു വിഷയമാണ്. ഇതാണ് ഇന്നത്തെ പ്രമേയം അഥവാ വിഷയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ വാക്യങ്ങളായിട്ടൊന്ന് പരിശോധിക്കാം. 14-ാം വാക്യം ഒരു ചെറിയ വാക്യമാണ്. 14-ും 15-ഉം ചെറുതാണ്. 14-ാം വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ എന്നുള്ളതാണ്. അതുകൊണ്ട്, അതാണ് ആദ്യത്തെ വാക്ക്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഏതുകൊണ്ട്? തൊട്ടു മുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അതുകൊണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ പഠിച്ചത്? അവിടെ നമ്മൾ പഠിച്ചത് പഴയ നിയമത്തിൽ നിന്ന് ഒരു ചരിത്ര ഭാഗം അവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ജനം, അവരെ ദൈവം അത്ഭുതകരമായി മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. അത്ഭുതകരമായിട്ട് അവരെ നടത്തിക്കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ അത്ഭുതമായ പ്രവൃത്തികൾ അവരനുദിനം കണ്ട് അവരെ കൊണ്ട് മുന്നോട്ട് പോരുമ്പോഴും അവർ വിവിധ നിലകളിൽ പാപം ചെയ്തു എന്ന് നാം കാണും. അവര് പരസംഗത്തിലേക്ക് പോയതിന്റെ ഫലമായി ഒരു ദിവസം 23,000 പേര് മരിച്ചതായി കാണുന്നുണ്ട്. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധനയിലേക്ക് പോയതിന്റെ ഫലമായി അവരെ മുഴുവനായിട്ട് കൊന്നുകളയുവാൻ ദൈവം ഇച്ഛിക്കുകയും മോശയുടെ മധ്യസ്ഥത മുഖാന്തരം, മോശയുടെ കണ്ണുനീരിന്റെ അടിസ്ഥാനത്തിൽ, കരച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ദൈവം വിട്ടുവീഴ്ച ചെയ്തു. എങ്കിലും അന്ന് 3,000 പേര് കൊല്ലപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവര് പിറുപിറുത്തതിന്റെ ഫലമായിട്ട് അഗ്നി സർപ്പങ്ങളെ അയച്ച് നിരവധി പേര് കൊല്ലപ്പെട്ടതായിട്ട് നമ്മൾ വായിച്ചു. അപ്പം ദൈവജനം ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തെ വിട്ട് പാപം ചെയ്തതിന്റെ ഫലമായി കഠിനമായി ശിക്ഷിക്കപ്പെട്ട കാര്യങ്ങളാണ് 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 14-ാം വാക്യത്തിൽ അതുകൊണ്ട്, അഥവാ ദൈവജനം ദൈവത്തെ മറന്ന് ദൈവത്തെ അനുസരിക്കാതെ പാപം ചെയ്യുന്ന പക്ഷം കഠിനമായി ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹ ആരാധന വിട്ട് ഓടുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, അവിടെ ഒരു മനോഹരമായ ഒരു പ്രയോഗമാണ് പ്രിയന്മാരെ എന്നുള്ളത്. കൊരിന്ത് ലേഖനത്തിൽ സാധാരണ ഇതുവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ എന്നാണ്. നമ്മളതൊക്കെ ഓർത്തിട്ടുണ്ടല്ലോ. പുതിയ നിയമത്തിൽ 200 പ്രാവശ്യം സഹോദരന്മാരെ എന്നുണ്ട്. അതിന്റെ 10% അഥവാ 20 പ്രാവശ്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലാണ്. അവരെ സഹോദരന്മാരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ എന്ന് പറയുന്നത് ബൈബിളിന്റെ ഒരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ സഹോദരിമാരുമുണ്ട്. ആ സഹോദരന്മാരെ എന്നുള്ള പ്രയോഗത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള വലിയ ഹൃദ്യത അവിടെ ഉണ്ട്. പൗലോസ് സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ, ഒരപ്പന്റെയും അമ്മയുടെയും മക്കൾ, നമ്മൾ ദൈവ മക്കൾ എന്ന മനോഹരമായ ഹൃദ്യമായ ബന്ധം അവിടെ ഉണ്ട്. എന്നാൽ ഇവിടെ ഈ ഭാഗം പറയാനായിട്ട് തുടങ്ങുമ്പോൾ അദ്ദേഹം മറ്റൊരു പദം കൂടി ഉപയോഗിച്ചു, പ്രിയന്മാരെ എന്ന വാക്ക്. അത് ചില ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പ്രിയമുള്ളവരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്ന ഒരു പ്രയോഗം
അവിടെ കാണാൻ കഴിയും. അവർ സഹോദരന്മാരായിരിക്കുമ്പോൾ തന്നെ അവർ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നും കൂടെ പറയാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം അവർക്ക് കൊടുക്കാൻ പോകുന്ന മുന്നറിയിപ്പ് അവര് വേണ്ടവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ വലിയ ശിക്ഷ വരും. അപ്പൊ അവർക്ക് ആ ശിക്ഷ വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം, അനുസരിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വലിയ ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയതായിട്ടുള്ളത്, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് വിശ്വാസികളെ പ്രിയന്മാരെ, വളരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, കൊരിന്തിലുള്ളവരെല്ലാം പൗലോസിനെ സ്നേഹിക്കുന്നവരോ പൗലോസിനോട് പ്രിയമുള്ളവരോ അല്ല. നമ്മളത് പഠിച്ചു. ആദ്യത്തെ അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അവിടെ ഉള്ളതിൽ ഒരു കൂടുതൽ പേര്, പ്രബലമായ വിഭാഗം തനിക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്, തന്നെ വിമർശിക്കുന്നവരാണ്, തന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരാണ്, തന്നെ കുറ്റപ്പെടുത്തുന്നവരാണ്, തന്നെ പരിഹസിക്കുന്നവരാണ് അവിടെ ഉള്ളതിലധികം പേരും. എന്നാൽ താൻ അവരെ എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരെ, പ്രിയന്മാരെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു മാതൃകയല്ലേ നാം അവിടെ കാണുന്നത്? ദൈവദാസന്മാർ, ദൈവമക്കളിലെല്ലാം കാണേണ്ട ഒരു സ്വഭാവം. നമ്മളെ വിമർശിക്കുന്നവരാകട്ടെ, ഉപദ്രവിക്കുന്നവരാകട്ടെ, വിഷമിപ്പിക്കുന്നവരാകട്ടെ, കുറ്റപ്പെടുത്തുന്നവരാകട്ടെ, താഴ്ത്തിക്കെട്ടുന്നവരാവട്ടെ, അവരെയും സ്നേഹിക്കുവാൻ, അവരെയും പ്രിയമുള്ളവരായി കരുതുവാൻ, അവർക്കും ദോഷം വരരുത്, ഒരു ബുദ്ധിമുട്ടോ അവർക്കൊരു പ്രയാസം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആ നല്ല സ്വഭാവം എല്ലാ വിശ്വാസികളിലും കാണണം. പ്രത്യേകിച്ച് ആത്മീക നേതൃത്വത്തിൽ നിൽക്കുന്നവർ, അവരുടെ സ്വഭാവത്തിൽ ഇത് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ആ നല്ല ഒരു ആലോചന അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ പറയുന്നത് വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ എന്നാണ്. മറ്റു ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൗവനമോഹം വിട്ടോടുവാൻ, ദുർനടപ്പ് വിട്ടോടുവാൻ, ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയിലുണ്ടല്ലോ. ഇവിടെ വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ എന്നാണ് വായിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളൊക്കാരും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിഗ്രഹവുമായിട്ടൊന്നും ബന്ധമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് ചിന്തിച്ചതായതുകൊണ്ട് നമുക്ക് വേഗം മുന്നോട്ട് പോകാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർക്കുകയുണ്ടായി, നമ്മൾ അറിയാതെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ വിഗ്രഹാരാധികളാണ്. ചില വിഗ്രഹങ്ങൾ നമുക്കുണ്ട്, നാം ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ചില വിഗ്രഹങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്ക് അറിയാം. നമ്മൾ വായിച്ച വാക്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കൊലോസിയർ 3:5 നമ്മൾ വായിക്കുന്നത് അത്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണെന്നാണ്. അത്യാഗ്രഹം. അതുപോലെ എഫേസർ 5:5 വായിക്കുന്നത് ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാണെന്നാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്പസ്വല്പം അത്യാഗ്രഹവും അല്പസ്വല്പം ദ്രവ്യാഗ്രഹവും ഒക്കെ നമുക്കില്ലേ? അതുമാത്രമല്ല, നമുക്കറിയാം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റെന്തിനു കൊടുത്താലും അതൊക്കെ വിഗ്രഹമാണ്. ഇപ്പൊ നമ്മള് സാധാരണഗതി നമുക്ക് പെട്ടെന്നൊരു നല്ലൊരു ചെസ്റ്റ് പെയിൻ വന്നു എന്ന് വിചാരിക്കുക, നല്ലൊരു നെഞ്ചിന് വേദന നമുക്ക് വന്നാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏതാണ് നല്ല ഹോസ്പിറ്റൽ, ഏതാണ് നല്ല ഡോക്ടർ, എവിടേക്കാണ് പോകേണ്ടത്? അങ്ങനെയല്ലേ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. മനഃപൂർവ്വമല്ല, സ്വാഭാവികമായി നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഏത് നല്ല ഹോസ്പിറ്റലായാലും ഏത് നല്ല ഡോക്ടറായാലും ദൈവമല്ലേ ആശ്വാസം തരുന്നത്, ദൈവമല്ലേ സൗഖ്യം തരുന്നത്? വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവമേ എന്ന് വിളിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവം നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റലോ ഡോക്ടറോ പോയി കാണുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. മനഃപൂർവ്വമൊന്നുമല്ല. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്, ഏതാണ് നല്ലൊരു ഹോസ്പിറ്റൽ, ഏതാണ് നല്ലൊരു ഡോക്ടർ, ആരെയാണ് പോയി കാണേണ്ടത്, അങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നോക്കുക, അതൊരു വിഗ്രഹമാണ്. ദൈവത്തിന്റെ സ്ഥാനത്ത് ഒന്ന് വരികയാണ്. ദൈവമാണ് ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വിഗ്രഹം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ മറ്റൊരു സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി ഈ അത്യാഗ്രഹത്തെക്കുറിച്ച്. അത്യാഗ്രഹം വിഗ്രഹാരാധനയാണല്ലോ. സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറയുകയുണ്ടായി, നമ്മളൊരു മീൻ വാങ്ങിക്കാൻ പോകുന്നു. ഒരു സാധാരണ ഉദാഹരണം ഞാൻ പറയുകയുണ്ടായി. അപ്പൊ 1 കിലോയ്ക്ക് 500 രൂപയാണ് വില എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 500 രൂപയുമായിട്ട് മീൻ വാങ്ങിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ 200 രൂപ അന്ന് ആ മീനിന് വിലയുള്ളൂ. സാധാരണഗതി നമ്മൾ ഉടനെ ചെയ്യുന്നത് 2.5 കിലോ വാങ്ങും. 500 രൂപയ്ക്ക് 2.5 കിലോ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്.
അത് ഈ അത്യാഗ്രഹത്തിന്റെ പട്ടികയിൽ വരും. നമ്മൾ 1 കിലോ വാങ്ങിക്കാനാ പോയത്. ആ 1 കിലോയ്ക്ക് 200 രൂപയുള്ളൂ. ശേഷമുള്ള 300 രൂപ നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം, സാധുക്കളെ സഹായിക്കാം, പ്രയാസം അനുഭവിക്കുന്നവർക്കൊരു സഹായമാകാം, ആത്മീയമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം. അങ്ങനെ പലതിനും ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ 2.5 കിലോ വാങ്ങിക്കുന്നെങ്കിൽ അത് അത്യാഗ്രഹമായി മാറുകയും കൊലോസ്യർ 3:5 അനുസരിച്ച് അത് വിഗ്രഹാരാധനയായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ വിഗ്രഹാരാധന നമ്മൾ അവഗണിച്ച് കളയും. പക്ഷെ അവഗണിക്കരുത്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഉണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് കൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. നമുക്ക് തെരഞ്ഞു പിടിച്ച് വിഗ്രഹാരാധന വിട്ട് ഓടാം. അവിടെ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം കണ്ട് വിട്ടോടാനാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യരോടുള്ള ബന്ധത്തിൽ അത് ഉണ്ട്. അവിടെ പലരും വിഗ്രഹാർപ്പണം തിന്നാൻ പോകുന്നുണ്ട്. എന്നാല് നമ്മളോട് ഇത് കൂടെയാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത്. കൊരിന്ത്യർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമുക്ക് വേണ്ടി കൂടെയാണല്ലോ. അപ്പൊ നമ്മളോടും പറയാണ് വിട്ടോടാൻ. അപ്പൊ നമ്മൾ ചിലത് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ചില ഒരു സത്യാഗ്രഹമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ദ്രവ്യാഗ്രഹമാകാം, അല്ലെങ്കിൽ മക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും കഴിവുകളാകാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത് വിടണം, വിട്ടേ മതിയാകുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു സമയം മാറ്റിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തിനെങ്കിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ വിടുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഓടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓടണം എന്നാണ്. ഞാനിങ്ങനെ പല പരിഭാഷകൾ വായിക്കാറുണ്ട്. വായിക്കുമ്പോൾ അത് അതിവേഗം ഓടുക എന്നൊരു അർത്ഥമാണ് അവിടെ ഉള്ളത്. അതിവേഗം. ഇനി ഒരു നിമിഷം ഇനിയും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പാടില്ല. കാരണം ദൈവം അത്രയ്ക്ക് വെറുക്കുന്ന ഒന്നാണ്. നമ്മൾ കണ്ടല്ലോ, വിഗ്രഹങ്ങളുള്ള ബന്ധത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ഇസ്രായേൽ ജനത്തെ മുഴുവൻ ദഹിപ്പിക്കുവാനാണ് ദൈവത്തിന്റെ കോപം ജ്വലിച്ചത് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അത്രമാത്രം ദൈവം വെറുക്കുന്ന ആ കാര്യത്തിൽ നമ്മൾ അതിവേഗം അതാണ് അതിവേഗം അതുമായിട്ട് വിട്ടകലണം എന്നുള്ളതാണ്. മറ്റൊരു ആശയം, ഈ വിട്ടോടുക എന്നുള്ളതിന്റെ മറ്റൊരു ആശയം എന്താന്ന് വെച്ചാൽ, ഓരോ നിമിഷവും നമ്മൾ അതിനോട് അകലം കൂട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള. ഒരു സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടുമ്പോൾ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അദ്ദേഹം ആ സ്ഥലത്തോട് അകലം കൂടി വരും. അപ്പൊ ഇതുപോലെ ഈ വിഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം ഓരോ നിമിഷവും നമ്മൾ കൂടി വരണം, അകൽച്ച കൂടി വരണം. അതുപോലെ തന്നെ ഒരാശയം കൂടി, ഇത് നമ്മുടെ നിരന്തരമായ ഒരു സ്വഭാവമായി മാറണം. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിവേഗം വിട്ട് ഓടണം, അതിനോട് അകലം പാലിക്കണം. അതൊരു സ്വഭാവമായി, നമ്മുടെ ജീവിത സ്വഭാവമായി മാറണം. ഇത് ആ അർത്ഥത്തിലാണ് അവിടെ വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. 15-ാം വാക്യം നോക്കാം. 15-ാം വാക്യം ഒരു ചെറിയ വാക്യമാണ്. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നിങ്ങൾ വിവേകികൾ. ഈ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ എന്ന വാക്യം വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ആശയം വരുന്നത്. 2:15 ഇങ്ങനെ വായിക്കുന്നു: ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതും ഇല്ല. നോക്കുക, സകലത്തെയും വിവേചിക്കുന്നു. ഇത് അവരെ ഒന്ന് പ്രശംസിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 3-ാം അധ്യായം പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടല്ലോ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ അത്രയും സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അവരെ അല്പം കൂടെ പ്രശംസിച്ചു പറയാം, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും, നിങ്ങൾക്ക് ഇത് വിവേചിച്ച് മനസ്സിലാക്കാനും നല്ല തീരുമാനമെടുക്കാനും ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനൊക്കെ നിങ്ങൾക്ക് കഴിയുമെന്ന് പറയുകയാണ്. എനിക്കത് വളരെ സന്തോഷമായി തോന്നി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കത്തക്കവണ്ണം, അവരുടെ ഹൃദയം അത് ഒരുക്കപ്പെടത്തക്കവണ്ണമുള്ള 2 കാര്യങ്ങൾ നമുക്ക് ഈ 2 വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഒന്ന്, അവരെ എൻ്റെ പ്രിയന്മാരെ എന്ന് വിളിച്ചവർ.
അത് അവർക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കാനും പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കേൾക്കാനും അംഗീകരിക്കാനും അവരുടെ മനസ്സ് ഒരുക്കപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമാണ് ഇത്. നിങ്ങൾക്ക് കഴിവുള്ളവരാണ്, നിങ്ങൾ കൊള്ളാവുന്നവരാണ്, നിങ്ങൾക്ക് ഇതൊക്കെ വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാനും അത് ഗ്രഹിക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും നിങ്ങൾക്ക് കഴിയും എന്ന് പറയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. അവർക്ക് ഈ താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് നല്ല ഒരു മാതൃകയാണ്. നമ്മളും മറ്റുള്ളവരോടൊക്കെ ചിലപ്പോൾ ചില ആലോചനകളൊക്കെ നമ്മുടെ സഭയിലോ കൂട്ടുസഹോദരങ്ങളോടോ ഒക്കെ പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു വില കൊടുത്തുകൊണ്ട്, അവരോടുള്ള സ്നേഹം പ്രകടമാക്കിക്കൊണ്ടും, അതുപോലെ തന്നെ അവരെ കുറച്ച് കാണാതെ അവർക്കൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് ഇത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അംഗീകരിക്കാനും വിവേചിച്ച് മനസ്സിലാക്കാനും തീരുമാനമൊക്കെ എടുക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ലഭിക്കും. അങ്ങനെ വേണം എന്ന് ഞാൻ ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു മുഖവരയായി പറഞ്ഞ കാര്യങ്ങളാണ്. 16-ാം വാക്യം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരിട്ട് അങ്ങ് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കർത്തൃമേശയെ പറ്റിയാണ്. തിരുവെഴുത്തിൽ കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം, അപ്പം മുറി എന്ന പേരിലുള്ള അനുഗ്രഹീതമായ അനുഷ്ഠാനം കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് പെസഹ ആചരിക്കുമ്പോഴാണ് ഈ അനുഗ്രഹീതമായ അനുഷ്ഠാനം ഏൽപ്പിക്കുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞ് അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് കൊടുക്കുകയും പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തവർ കൊടുക്കുകയും ഇതിൽ നിന്ന് കുടിപ്പീൻ എന്ന് പറയുക, എൻ്റെ ഓർമ്മയ്ക്ക് അത് ചെയ്യാൻ പറഞ്ഞ ഈ കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി 11-ാം അധ്യായത്തിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഒന്നും ഇവിടെ നമ്മൾ പറയുന്നില്ല. മുന്നോട്ട് പോകുന്തോറും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമല്ലോ. നമുക്ക് ഈ വായിച്ച വേദഭാഗത്ത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, ഇത് കർത്തൃമേശയിലെ അഥവാ തിരുവത്താഴത്തിലെ പാനപാത്രത്തെ പറ്റിയാണ് പറയുന്നത്. പാനപാത്രം നമുക്കറിയാം, വീഞ്ഞാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, വീഞ്ഞാണ് ഉപയോഗിക്കേണ്ടതും. അത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്നൊരു പ്രയോഗമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് നാം അനുഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ? ഈ പാനപാത്രം എടുത്തിട്ട് ആ പാനപാത്രത്തെ അനുഗ്രഹിക്കാനുള്ള എന്തെങ്കിലും അധികാരം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ അനുഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ ഭാഗം വായിക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചില പ്രിയപ്പെട്ടവർ ഈ മേശയൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അതിനു മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുകയും മറ്റു ചിലര് ദൈവത്തോട് ഇതിനെ അനുഗ്രഹിച്ചു തരണമേ എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇവിടെ നാം അനുഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഇത് മനസ്സിലാക്കാനായിട്ട് കർത്താവ് ഇത് ഏൽപ്പിച്ചപ്പോൾ കർത്താവ് തന്നെ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിലുണ്ട്. നമുക്കിപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാമത്തെ വാക്യം. മർക്കോസിലും ലൂക്കോസിലും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇത് മാത്രം നമുക്കൊന്ന് നോക്കാം. മത്തായി 26:26. അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇവിടെ പാനപാത്രത്തിന്റെ കാര്യമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ച 10-ാം അധ്യായത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള ഓർഡർ ആദ്യം അപ്പവും പിന്നെ പാനപാത്രവുമാണ്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് പാനപാത്രത്തിൻ്റെത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കൊന്ന് ചിന്തിക്കുകയും പിന്നീട് എന്തുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞത് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അപ്പമായാലും പാനപാത്രമായാലും എടുത്ത് വാഴ്ത്തി എന്നുള്ള വാക്കാണ് മലയാളത്തിൽ നമ്മൾ ഇവിടെ കാണുന്നതും മറ്റ് 3 സുവിശേഷങ്ങളിൽ കാണുന്നതും. ഇനി നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ അടുത്ത അധ്യായത്തിൽ ഇതുണ്ട്. അത് നമുക്കൊന്ന് നോക്കിയാലോ? കൊരിന്ത്യ ലേഖനത്തിൽ 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. കൊരിന്ത്യർ 11-ന്റെ 24. അവിടെ നമ്മൾ വായിക്കുന്നത്,
അപ്പം അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് മതി. നിങ്ങൾക്ക് വേണ്ടിയുള്ള അത്രയും മതി. നമുക്ക് അത്യാവശ്യത്തിനുള്ള ഭാഗം. അപ്പം എടുത്ത് സ്തോത്രം ചെയ്യും എന്നാണ്. അല്പസമയം ഒരു ഡിസ്റ്റർബൻസ് വന്നു, ക്ഷമിക്കണം. അപ്പം എടുത്ത് വാഴ്ത്തി. നമ്മൾ ഇംഗ്ലീഷിൽ ഇത് വായിച്ചാൽ ഹി ടുക്ക് ബ്രെഡ് ആൻഡ് ഗീവ് താങ്ക്സ് ടു ദ ഗോഡ് എന്നാണ്. അപ്പോൾ ഇവിടെ നാം 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് നാം അനുഗ്രഹിക്കുന്ന എന്ന് നാം മലയാളത്തിൽ വായിക്കുന്നെങ്കിൽ അത് നാം സ്തോത്രം ചെയ്യുന്ന അല്ലെങ്കിൽ നന്ദി പറയുന്ന, ദൈവത്തിന് സ്തോത്രം ചെയ്തു സ്തുതിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നാം ഈ അപ്പത്തെ അനുഗ്രഹിക്കോ അപ്പം ദൈവമേ അനുഗ്രഹിച്ചു തരണമേ എന്ന് പറയുകയോ ഒന്നും ചെയ്യുന്ന കാര്യമല്ലത്. അവിടെ ഇംഗ്ലീഷിൽ നിന്നുള്ള കറക്റ്റ് നേരിട്ടുള്ള ട്രാൻസ്ലേഷൻ ഗോഡ് വി ബ്ലസ് യു എന്ന് പറഞ്ഞാൽ ദൈവമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നല്ല. അതിന്റെ അർത്ഥം ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാണ്. അതിവിടെ പരിഭാഷപ്പെടുത്തിയപ്പോൾ നാം അനുഗ്രഹിക്കുന്ന എന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ നാം അനുഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ നാം സ്തോത്രം ചെയ്യുന്ന, നാം നന്ദി പറയുന്ന എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നാം നന്ദി പറയുന്ന അനുഗ്രഹപാത്രം, പാനപാത്രത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് അനുഗ്രഹപാത്രമാണ്. എന്താണ് അതിന്റെ അർത്ഥം? അനുഗ്രഹപാത്രമാണ് എന്ന് പറഞ്ഞാൽ നാം ഓരോ ആഴ്ചയും നമ്മള് തിരുവെഴുത്തിൽ കാണുന്നത് ഓർത്തിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 20:7 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നു എന്ന്. അപ്പോൾ അതാണ് തിരുവെഴുത്തിൽ കാണുന്ന മാതൃക. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, അത് ഞായറാഴ്ചയാണ്, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം. അന്ന് അപ്പം നുറുക്കാനൂടെയാണ് കൂടി വരുന്നത്. കർത്താവിനെ ആരാധിക്കുവാനും അപ്പം നുറുക്കുവാനുമാണ് നമ്മൾ കൂടി വരുന്നത്. അപ്പോ അങ്ങനെ കൂടി വന്ന് കർത്തൃമേശ ആചരിക്കുന്ന, പാനപാത്രം മാത്രമല്ല അപ്പവും പാനപാത്രത്തിൽ നിന്ന് പങ്കെടുക്കുന്നത് ഓരോ വിശ്വാസിക്കും അത് അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എടുക്കേണ്ടത് പോലെ എടുക്കുന്നത്. എങ്ങനെ കർത്തൃമേശയിൽ പങ്കെടുക്കണമോ അത് നമ്മൾ ഇനി 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് അല്പം കൂടെ വിശാലമായി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏറെ പറയുന്നില്ല. നാം കർത്തൃമേശയിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുക. അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർത്തല്ലോ, കയ്യിന്റെ യാഗം സ്വീകരിക്കാഞ്ഞത് വളരെ വിശാലമായി നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പഠിച്ചു. സ്വീകരിക്കാഞ്ഞത് അവനിൽ പ്രസാദമില്ലാഞ്ഞത് കൊണ്ടാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മിൽ ദൈവം പ്രസാദിക്കത്തക്കവണ്ണം ഓരോ ദിവസവും ജീവിച്ചുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ സഭയായിട്ട് ഒരുമിച്ച് കൂടി കർത്തൃമേശയിൽ സംബന്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹമാണ്. ഈ പുതിയ നിയമത്തിലെ അനുഗ്രഹം അതും അറിയാമല്ലോ, ഒന്നും ഭൗതികമല്ല, അത് 2-ാമത്തെ കാര്യമാണ്, എല്ലാം ആത്മീയ അനുഗ്രഹമാണ്. അപ്പൊ അതാണ് അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് കർത്തൃമേശയിൽ നാം സംബന്ധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ്. 2-3 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. മറ്റൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, നമ്മള് ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, ജഡത്തിലാണ് ജീവിക്കുന്നത്, പിശാചിന്റെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് നമുക്കുണ്ട്. അപ്പോൾ പലപ്പോഴും പാപം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെല്ലാം സത്യസന്ധമായിട്ടാണല്ലോ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുന്നതും ഓർക്കുന്നതും. അപ്പൊ സത്യസന്ധമായി നമ്മൾ ഓർക്കുമ്പോൾ, സത്യസന്ധമായി പറഞ്ഞാൽ എപ്പോഴും അതിനുള്ള സാധ്യതയുണ്ട്. അതിന് ഇന്നപ്പെടുന്നൊന്നുമില്ല, എപ്പോഴും അതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം ഉണ്ട്, സൺഡേ എനിക്ക് കർത്താവിനെ ആരാധിക്കണം, കർത്തൃമേശയിൽ നിന്ന് സംബന്ധിക്കണം.
ആ കർത്താവിന്റെ ശരീരത്തെ ഓർപ്പിക്കുന്ന അപ്പത്തിൽ നിന്നും കർത്താവിന്റെ രക്തത്തെ ഓർപ്പിക്കുന്ന പാനപാത്രം സംബന്ധിക്കണം. ആ ശരീരവും ആ രക്തവും ഒക്കെ പരിശുദ്ധമായ ശരീരമാണ്, പരിശുദ്ധമായ രക്തമാണ്. അതിൽ നിന്ന് പങ്കെടുക്കുന്നവർ പരിശുദ്ധിയോടെ വേണം അത് ചെയ്യുവാൻ എന്ന ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ആ പാപത്തെ ജയിക്കുവാൻ, പാപം ചെയ്യാതിരിക്കാനുള്ള പ്രത്യേകമായ ഒരു ശ്രദ്ധ, ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യും. അത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മളങ്ങനെ ആ ഓർമ്മ വന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മൾ പാപം ചെയ്യുകയും അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ പാപം ചെയ്തിട്ടാണ് നമ്മൾ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നതെങ്കിൽ അത് വളരെ ശിക്ഷാർഹമായ കാര്യമാണ്. ഇത് അനുഗ്രഹമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ടതുപോലെ അല്ല കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതെങ്കിൽ അത് വലിയ ശിക്ഷയ്ക്കും കാരണമായി തീരും. അപ്പോൾ ഇത് ഈ അനുഗ്രഹപാത്രം എന്ന് പറയാനുള്ള ഒരു കാര്യം, ഇതിലെടുക്കേണ്ടതുപോലെ പങ്കെടുക്കുന്നത് നമുക്ക് വലിയ അനുഗ്രഹം തരും. രണ്ട്, ഇങ്ങനെ ഒരു അനുഗ്രഹം കൂടെ അതിനകത്തുണ്ട്. ഏതാണത്? നമ്മള് പാപത്തിന്റെ സാഹചര്യം വരുമ്പോൾ ഞാൻ അടുത്ത ഞായറാഴ്ച കർത്തൃമേശയിൽ എനിക്ക് പങ്കെടുക്കണം, അയ്യോ ആ ഓർമ്മ വന്നിട്ട് നമുക്ക് കുറെ കൂടെ ഒന്ന് ശ്രദ്ധിക്കാനും പാപത്തെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. മറ്റൊന്ന്, ഒരുപാട് തരത്തിൽ അത് ചിന്തിക്കാൻ സാധിക്കും. 2-3 തരത്തിൽ ഞാനത് ചിന്തിച്ചു. മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചാല്, ഈ പാനപാത്രം, ഇപ്പൊ പാനപാത്രത്തെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത്. ഈ പാനപാത്രം ഓർമ്മിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തം ചൊരിഞ്ഞതിനാലാണ് എനിക്ക് പാപമോചനം ലഭിച്ചത്. അതെന്തൊരു അനുഗ്രഹമാണ് പാപമോചനം ലഭിച്ചു എന്നുള്ള അനുഗ്രഹം. ആ രക്തത്തിന്റെ ഫലമായിട്ടാണ്, ആ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് നരകത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച് സ്വർഗത്തിന്റെ അവകാശിയായി തീർന്നത്, ദൈവത്തിന്റെ മകനായി തീർന്നത്, പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിച്ചത്, തുടങ്ങി എന്തോരം അനുഗ്രഹങ്ങൾ ആ രക്തത്തിന്റെ ഫലമായി, യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്തോരം അനുഗ്രഹങ്ങൾ! ഇതാണ് പറഞ്ഞിരിക്കുന്നത്, നാം അനുഗ്രഹിക്കുന്ന അഥവാ നാം സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹ പാത്രമാണ് ഏത്? ഈ കർത്തൃമേശയിലെ അപ്പമായാലും പാനപാത്രമായാലും. ഇവിടെ നമ്മൾ ആദ്യം പാനപാത്രത്തിന്റെ കാര്യമാണ് കാണുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നാം അനുഗ്രഹിക്കുന്ന അഥവാ നാം സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നാം കുടിക്കുന്നത് പാനപാത്രമാണ്, വൈനാണ് നമ്മൾ കുടിക്കുന്നത്. അത് തന്നെയാണ്. അത് നമ്മൾ കുടിക്കുമ്പോഴോ ഇറക്കുമ്പോഴോ ഒന്നും അത് രക്തമായിട്ട് മാറുന്നില്ല, അത് വൈൻ തന്നെയാണ്. ആ ഭാഗങ്ങൾ നമ്മൾ പിന്നെയും ചിന്തിക്കുമെന്നുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ അത് അധികം വിശദീകരിക്കുന്നില്ല. വൈൻ തന്നെയാണ്. പക്ഷെ അത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? യേശുക്രിസ്തുവിന്റെ രക്തത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മയോടുകൂടെയാണ് ഇത് യേശുക്രിസ്തുവിന്റെ രക്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് കുടിക്കുന്നത്. അപ്പോൾ ആ രക്തവുമായി, യേശുക്രിസ്തുവിന്റെ രക്തവുമായിട്ടുള്ള ഒരു അനുഗ്രഹീതമായ ബന്ധം. ഈ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത്, കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ശരീരത്തിലെ പല അവയവങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. അതൊരു ജീവൽ ബന്ധമാണ്, അതൊരിക്കലും വേർപിരിക്കാനാവുന്നതല്ല. എന്ന് പറയുന്നത് പോലെ നമ്മൾ കർത്തൃമേശയിൽ സംബന്ധിക്കുമ്പോൾ, പാനപാത്രത്തിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തവുമായി നമുക്കൊരു ജീവൽ ബന്ധം, ഒരിക്കലും വേർപിരിക്കാനാവാത്ത ഒരു ബന്ധം. നമുക്ക് ഒരിക്കലും യേശുക്രിസ്തുവിന്റെ രക്തവുമായിട്ടുള്ള ഒരു ബന്ധം വേർപിരിക്കാൻ കഴിയില്ല. കാരണം ആ രക്തമാണ് നമ്മുടെ പാപമോചനം തന്നത്, ആ രക്തമാണ് നമ്മൾക്ക് സ്വർഗത്തിന്റെ അവകാശികളാക്കിയത്, ആ രക്തമാണ് നമ്മെ ദൈവ മക്കളാക്കി തീർത്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതൊരു ജീവൽ ബന്ധമാണ്, ഒരിക്കലും വേർപിരിക്കാനാവാത്ത ഒരു ബന്ധമാണ്. അപ്പൊ അത് ഓരോ ആഴ്ചയും നമ്മളത് ചെയ്യുമ്പോൾ ആവർത്തിച്ച് നമ്മളത് ഉറപ്പിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി എന്തുകൊണ്ടാണ് ഈ പാനപാത്രത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞത്? കർത്തൃമേശയില് അഥവാ തിരുവത്താഴത്തിൽ ആദ്യമേ അപ്പമാണല്ലോ, പിന്നെ പാനപാത്രമാണല്ലോ. അതിന് എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞു എന്നുള്ളതിനൊരു കൃത്യമായ ഒരു വാക്യമോ അങ്ങനെ തന്നെ എന്ന് പറയാവുന്ന ഒരു ഉത്തരമോ എൻ്റെ കയ്യിലില്ല. ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒന്ന്, താഴെ ഈ ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വിഗ്രഹാർപ്പിതത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ ഭൂതങ്ങൾക്ക് ബലി കഴിക്കുമ്പോൾ അവിടെ
ഏറ്റവും പ്രാധാന്യവും ഒന്നാമതായിട്ടും ചെയ്യുന്നത് അവിടെ പാനപാത്രമാണ്, കുടിക്കുന്ന കാര്യമാണ്. കുടിയുമുണ്ട്, തിന്നുന്ന കാര്യമുണ്ട്. പക്ഷെ അതിൽ ഒന്നാം സ്ഥാനം എപ്പോഴും അതിനാണ്. അതുകൊണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരോട് ആ കാര്യം ആദ്യം പറഞ്ഞു എന്ന് ചിന്തിക്കാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ഭൂതങ്ങൾക്ക് ബലി കഴിക്കുമ്പോൾ പാനപാത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് കൊണ്ട്, അല്ലെ? അതാണ് ഒന്നാം സ്ഥാനം. ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ 4 വർഷമേ ഉള്ളൂ പരമാവധി അവിടെ ഉള്ളവരുടെ ആത്മീയ പ്രായം എന്ന് പറയുന്നത്. അതിന് തക്കവണ്ണമുള്ള വചന പഠനമേ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ, വചന പരിജ്ഞാനമേ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആദ്യം ഈ ദൈവമാണ്, ദൈവം ആത്മാവാണ്. ഇപ്പൊ നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ നടുവിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല, കാരണം ആത്മാവാണ്, കാണാൻ പറ്റുകയില്ല. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ആത്മാവായിട്ട് അല്ല, പിന്നെയോ ശരീരവും രക്തവും ഉള്ളവനായിട്ടാണ് വന്നത്. യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ശരീരവും രക്തവും ഉള്ളവനായിട്ടാണ് വന്നത്. എന്തിനാണ് യേശുക്രിസ്തു ശരീരവും രക്തവും കൊണ്ടുവന്നത്, അഥവാ ശരീരവും രക്തവും ഉള്ളവനായി വന്നത്? കാരണമുണ്ട്. നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കുവാൻ ശരീരം വേണം, അതിനാണ് ശരീരം കൊണ്ടുവന്നത്. നമ്മൾ അനുഭവിക്കേണ്ട, നാം ചെയ്ത തെറ്റുകളുടെ ശിക്ഷയൊക്കെ ഏറ്റെടുക്കുവാൻ ഒരു ജഡം ആവശ്യമാണ്, ഒരു ശരീരം ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് ശരീരം വന്നത്. കൊണ്ടുവരികയും മാത്രമല്ല, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ ആ ശരീരത്തിൽ താൻ അനുഭവിച്ചു, ഒന്നും ബാക്കി വെക്കാതെ. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പരിഹസിച്ച് തീർന്ന ശേഷം എന്തുമാത്രം പരിഹസിക്കണമോ അതിലൊട്ടും കുറയാതെ പരിഹാസം, എന്തുമാത്രം അടികൾ തന്നെ ഏൽക്കണമോ അതിലൊട്ടും കുറയാതെ. അപ്പോൾ അതിനാണ് ശരീരം കൊണ്ടത്. രക്തമോ നമുക്ക് മറുവിലയായി കൊടുക്കാനാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു, യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് അവിടെ വിലയേറിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ട്രാൻസ്ലേഷൻ വില പറയാനാവാത്ത, വില മതിക്കാനാവാത്ത എന്നാണ്. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവന്റെ, ആത്മാവിന്റെ വില ഈ ലോകത്തെക്കാൾ അധികമാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ കൊടുത്താൽ ഒരു ആത്മാവിനും മറുവിലയാകുകയില്ല. അപ്പോൾ പിന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന 800 കോടി ജനങ്ങള് ജീവിച്ചു മരിച്ചു പോയ ഒക്കെ നമ്മൾ ഓർക്കുമല്ലോ. ഇനി ഒരുപക്ഷെ കർത്താവ് വരാൻ താമസം ജീവിക്കുന്നവർ, അവർക്കൊക്കെ മറുവിലയാകണമെങ്കിൽ വില മതിക്കാനാവാത്ത ഒരു വസ്തു വേണം. വില മതിക്കാനാവാത്ത ഒരൊറ്റ വസ്തുവേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യജാതിയെ, മനുഷ്യ കുലത്തെ വിലയ്ക്ക് വാങ്ങുവാൻ, അല്ലെങ്കിൽ മറുവില കൊടുക്കുവാനാണ് രക്തവുമായിട്ട് വന്നത്. അപ്പോൾ ആ രക്തത്തിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അത് പുണ്യാഹ രക്തമാണ്. അത് സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അത് നിഷ്കളങ്ക രക്തമാണ്. അത് നിർദോഷ രക്തം. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ ശരീരം ശിക്ഷയേൽക്കാനാണ്, അതിന് പ്രാധാന്യം കുറവില്ല. എന്നാൽ ആ രക്തത്തിന്റെ വില, നമുക്ക് മറുവിലയായി തീർന്ന രക്തത്തിന്റെ വില, അത് മാത്രവുമല്ല, ആ രക്തം നമുക്കറിയാം, ക്രൂശിൽ കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടാണത്. ഒരു പടയാളി വന്ന് തന്റെ വിലാപ്പുറത്ത് കുത്തുകയും ആ കുത്തുമ്പോൾ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. ഇനി ഒരു തുള്ളി രക്തം ശേഷിപ്പിച്ചിട്ടില്ല, ആ മുഴുവൻ രക്തവും ചൊരിഞ്ഞു എന്നുള്ളത്. കുരിശിൽ എന്ന് പറഞ്ഞാൽ കുരിശിൽ മാത്രമല്ല, തന്നെ അടിച്ച പുറമുഴവുചാലു പോലെ കീറിയിടത്ത്, തലയിൽ മുൾക്കിരീടം വെച്ചിടത്ത് എല്ലാം രക്തം ചിന്തി 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 ഏറ്റവും ഒടുവിലത്തെ തുള്ളി പോലും. ഞാൻ ആ ഭാഗം ഇന്ന് ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഈ യാഗത്തിന്റെ ഒരു ഭാഗം ഓർമ്മ വന്നു. ഹോമയാഗം, നമ്മള് ലേവ്യ പുസ്തകം 1-ാം അധ്യായം പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. അവിടെ ഹോമയാഗത്തിന് കാളയുണ്ട്, ആടുണ്ട്, പ്രാവുണ്ട്. ഈ പ്രാവിനെ യാഗം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത് വളരെ അധികം ഹൃദ്യമാണ്, അല്ലെങ്കിൽ ഹൃദയസ്പർശിയാണ്. പ്രാവിനെ യാഗം കഴിക്കുമ്പോൾ അതിന്റെ പുരോഹിതൻ അതിന്റെ തല പിരിച്ചു 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 പിരിച്ച് പിരിച്ചു പറിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ദൂരം വേദന സഹിച്ചാണ് നമ്മുടെ കർത്താവിന്റെ ക്രൂശു മരണത്തിന്റെ ഭയങ്കരത വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അത് നിഴലാണല്ലോ.
അപ്പോൾ അങ്ങനെ പിരിച്ചു പറിച്ചിട്ട് പിന്നെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, ആ പ്രാവിനെ യാഗപീഠത്തിന്റെ സൈഡിൽ പിഴിഞ്ഞു കളയും. പിഴിഞ്ഞതിന്റെ രക്തം മുഴുവൻ അവിടെ ഒഴുകും. ഒരു തുള്ളി പോലും അതിന്റെ ശരീരത്തെ ശേഷിപ്പിക്കാതെ അത് പിഴിഞ്ഞു കളയും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു തുള്ളി രക്തം പോലും ശേഷിപ്പിക്കാതെ മുഴുവനും നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് ഒഴുക്കിയ, നമ്മുടെ ജീവന് മറുവില കൊടുത്ത, നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച ആ രക്തത്തിന്റെ പ്രാധാന്യം കൊണ്ട് അവരെ ഈ വലിയ വിഷയം, ഗഹനമായ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാം. ഇത് നമ്മൾക്ക് പ്രാർത്ഥനയോടെ നമ്മൾ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇതിന് കൃത്യമായ ഉത്തരം ബൈബിളിൽ വാക്യമായിട്ട് എവിടെയെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ വായിച്ചത്, ഈ പാനപാത്രത്തിൽ നിന്ന് നമ്മൾ സംബന്ധിക്കുന്നത്, അപ്പത്തിൽ നിന്ന് നമ്മൾ പങ്കെടുക്കുന്നത്, അത് നമുക്ക് അനുഗ്രഹമാണ്. വിവിധ നിലകളിലുള്ള അനുഗ്രഹം നമ്മൾ ഓർക്കുകയുണ്ടായി എന്ന് മാത്രമല്ല, നമ്മൾ വായിച്ചു അത് കൂട്ടായ്മ, രക്തത്തിന്റെ കൂട്ടായ്മയും ശരീരത്തിന്റെ കൂട്ടായ്മയുമാണ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരിക്കലും നമ്മുടെ കർത്താവിന്റെ രക്തവുമായോ കർത്താവിന്റെ ശരീരവുമായോ നമുക്ക് അകന്നു നിൽക്കാൻ കഴിയില്ല. അതൊരു ജീവൽ ബന്ധമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ താഴെ പറയുന്നുണ്ട്, ഏക ശരീരമായി, ക്രിസ്തുവിന്റെ ശരീരമായി നമ്മൾ മാറിയിരിക്കുകയാണ്. ആ ബന്ധത്തെ ആവർത്തിച്ച് ഓർക്കുകയും നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത സമയമാണ് കർത്തൃമേശയുടെ സമയം എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 17-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 17-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പൊ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. മതി. അവിടെ നമ്മൾ വായിക്കുന്നത് അപ്പം ഒന്നാണ്. നമ്മൾ സാധാരണ ഒരു കൂടിവരവിൽ കർത്തൃമേശയുടെ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരപ്പമാണ്. ഓരോരുത്തർക്കും ഓരോ അപ്പമല്ല, ഒരേ അപ്പത്തിൽ നിന്നാണ് അവിടെ അന്ന് സംബന്ധിക്കുന്നവരെല്ലാം സംബന്ധിക്കുന്നത്. അങ്ങനെ വേണം എന്നും നമ്മൾ ഓർക്കണം. തിരുവെഴുത്തിൽ വളരെ വ്യക്തമായിട്ടാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പം ഒന്നാണ്. ഓരോരുത്തർക്കും ഓരോ അപ്പമല്ല, ഓരോ കുടുംബത്തിനും ഓരോ അപ്പമല്ല, പകരം ആ കൂടിവരവിൽ സംബന്ധിക്കുന്ന സകലരും ഒരപ്പത്തിൽ നിന്ന് വേണം പങ്കെടുക്കാൻ എന്നാണ് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകും. അവിടെ കൂടി വന്ന വിശ്വാസികൾ ഒരർത്ഥത്തിൽ അവർ പലരാണ്, പല പേഴ്സൺസ് ആണ്. പക്ഷേ അവർ ഒറ്റ ശരീരമാണ്. അത് ഏതാണ് ആ ശരീരം? ഇനി നമ്മളത് വിശാലമായി പഠിക്കും കേട്ടോ. 12-ാം അധ്യായം 13-ാം വാക്യത്തിലൊക്കെ വരുമ്പോൾ അതിന്റെ മനോഹരമായ വിശദീകരണമുണ്ട്. ഇന്നത് നോക്കുന്നില്ല. നാം ഏതാണ്? നമ്മളെല്ലാം കൂടെ ചേർന്ന ഒരു ശരീരം, രക്ഷിക്കപ്പെട്ടവർ ഒരു ശരീരമാണ്. ഏതാണ് ആ ശരീരം? യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന സഭയുടെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്നാണ്, പക്ഷേ പലരായ നമ്മൾ ഒറ്റ ശരീരമാണ് എന്നാണ്. ഏക ശരീരം, യേശുക്രിസ്തുവിന്റെ ശരീരം. അപ്പൊ ഒരപ്പത്തിൽ നിന്ന് ഒരു ശരീരത്തിലേക്കാണ് ആ അപ്പം പോകുന്നത് എന്ന് കാണാനായിട്ട് നമുക്ക് ആ ഭാഗത്തു നിന്ന് മനസ്സിലാകും. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ, നാം എല്ലാവരും. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി അനുഗ്രഹീതമായ ആലോചനയുണ്ട്. നാം എല്ലാവരും ആരാ? രക്ഷിക്കപ്പെട്ട നാം എല്ലാം, രക്ഷിക്കപ്പെട്ടവരെല്ലാം ഈ അപ്പത്തിൽ നിന്ന് അംശികൾ ആകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അംശികളാകണം. അംശികളാകാൻ തക്കവണ്ണം ഓരോ ദിവസവും ജീവിക്കണം. അതിൽ നിന്ന് പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ചിന്തിച്ചു, അതിൽ നിന്ന് പങ്കെടുക്കത്തക്കവണ്ണമുള്ള ജീവിതം, അതിന് വിഘാതമായ കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യം ഓർത്ത് അതിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ അപ്പത്തിൽ നിന്ന് പങ്കെടുക്കണം. 18-ാം വാക്യം വായിക്കാം. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ പൂജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് മതി. ഇനിയുള്ള വാക്യങ്ങൾ വായിച്ച് വിട്ടാൽ മാത്രം മതി. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികൾ അല്ലയോ? ജഡപ്രകാരമുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെയാണ് ജഡപ്രകാരമുള്ള ഇസ്രായേൽ. യഹൂദന്മാര് അവര് യാഗങ്ങൾ ഭുജിക്കുന്നവരാണ്. അതായത്
യാഗങ്ങളുടെ ചില ഭാഗങ്ങൾ, ഇപ്പൊ ഹോമയാഗത്തിൽ നിന്ന് ഭക്ഷിക്കാൻ അവകാശമില്ല, പക്ഷേ ഭോജനയാഗം നമുക്ക് അതൊക്കെ എടുത്ത് വായിക്കാൻ സമയം പോരാ. ഇപ്പൊ ഭോജനയാഗത്തിന് നേരിയ മാവ് യാഗപീഠത്തിന്മേൽ അർപ്പിക്കാം. അപ്പോൾ ഒരാൾ യാഗം കഴിക്കാനായിട്ട് നേരിയ മാവ് കൊണ്ടുവരുമ്പോൾ പുരോഹിതൻ അതിൽ നിന്ന് ഒരു പിടി മാത്രമേ എടുത്ത് യാഗപീഠത്തിൽ അർപ്പിക്കുള്ളൂ. കയ്യിൽ ഒരു പിടി മാത്രം, ശേഷിക്കുന്നത് പുരോഹിതനുള്ളതാണ്. അപ്പൊ പുരോഹിതനോട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ യാഗത്തിന് വരുമ്പോൾ 2 പിടിയോ 3 പിടിയോ 4 പിടിയോ മാവ് കൊണ്ടുവരും, ഒരു പിടി മാത്രം അർപ്പിക്കും. അശേഷിക്കുന്ന പുരോഹിതനുള്ളതാണ്. അതുപോലെ യാഗാർപ്പകന് ഭക്ഷിക്കാവുന്നതുമുണ്ട്. നമുക്കൊരു വാക്യം വായിച്ചാൽ നല്ലതാണ്, അത് വായിച്ചെങ്കിൽ മനസ്സിലാകുകയുമുള്ളൂ. ലേവ്യ പുസ്തകം 7-ാം അധ്യായം ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 7:15 മുതൽ 21 വരെയാ വായിക്കേണ്ടത്. ഒന്ന് വായിച്ചാട്ടെ. ലേവ്യ 7 സമയം പോയിട്ടുണ്ട് നമുക്ക്, എനിക്കറിയാം, എന്നാലും യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിച്ച മൃഗത്തിന്റെ മേധസ് ആരെങ്കിലും തിന്നാൽ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും യാതൊരു പശുവിന്റെയും മൃഗത്തിന്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. ഇനി 18 വായിച്ചാട്ടെ, നമുക്ക് സമയം ലാഭിക്കാൻ. 18-ഉം 20-ഉം കൂടെ വായിച്ചാൽ മതി. സമാധാന യാഗത്തിന്റെ മാംസത്തിൽ ഏതാനും 3-ാം ദിവസം തിന്നാൽ അത് പ്രസാദമായിരിക്കില്ല, അർപ്പിക്കുന്നവന് കണക്കിടുകയുമില്ല, അത് അറപ്പായിരിക്കും. അത് തിന്നുന്നവൻ കുറ്റം വഹിക്കണം. ശുദ്ധിയില്ലാത്ത വല്ലതിന്റെയും തൊട്ടുപോയ മാംസം തിന്നരുത്, അത് തീയിലിട്ട് ചുട്ടുകളയണം. ശേഷം മാംസമോ ശുദ്ധിയുള്ളവനെല്ലാം തിന്നാം. 20 വായിച്ചായിരുന്നു? 20 വായിച്ചില്ല. എന്നാൽ അശുദ്ധിയുടെ മേൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാന യാഗങ്ങളുടെ മാംസം തിന്നാൽ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. മനുഷ്യന്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തിന്റെയോ ശുദ്ധിയില്ലാത്തവയല്ല അറപ്പിനെയോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതൊന്നിന്റെയും 20 മാത്രം. എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നതിനും ഇച്ചിരി ശബ്ദക്കുറവാണ് ലഭിക്കുന്നത്, ഇടയ്ക്കൊരു കോള് വന്നതുകൊണ്ടാണ്. ഓക്കെ, മതി. അപ്പൊ എന്താ നമ്മൾ വായിച്ചത്? യാഗപീഠത്തിങ്കൽ നിന്ന്, ഇത് സമാധാന യാഗത്തെ പറ്റിയാണ് പറയുന്നത്, യാഗപീഠത്തിങ്കൽ നിന്ന് യാഗാർപ്പകൻ അതിന്റെ ഒരു പങ്ക് ഭക്ഷിക്കാം എന്നുള്ളതാണ്. അതാണ് നമ്മൾ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഇത് കർത്തൃമേശയുടെ ഒരു നിഴലായിട്ട് പറഞ്ഞിരിക്കുക. പഴയ നിയമത്തിലെ കാര്യം. പഴയ നിയമത്തിൽ യഹൂദന്മാര് അവർ യാഗം കഴിക്കുമ്പോൾ യാഗത്തിൽ നിന്റെ ഒരു പങ്ക് അവർക്ക് കഴിക്കാം. ഇവിടെ നോക്കുക, അവർ കഴിക്കുന്നത് അവർക്ക് അനുഗ്രഹമാണെന്ന് മനസ്സിലാകുന്നത് 18-ാം വാക്യം വായിക്കുമ്പോഴാണ്. സമാധാന യാഗത്തിന്റെ മാംസത്തിൽ ഏതാനും 3-ാം ദിവസം തിന്നാൽ അത് പ്രസാദമായിരിക്കുകയല്ല. അപ്പോൾ 1-ഉം 2-ഉം ദിവസം തിന്നാൽ അത് പ്രസാദമായിരിക്കും എന്ന് പറഞ്ഞാൽ കർത്തൃമേശ നമ്മൾ ചിന്തിച്ചു, അതിൽ നിന്ന് പങ്കെടുക്കുന്നത് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ദൈവം കൽപ്പിച്ചിരിക്കുന്നത് പോലെ ഈ സമാധാന യാഗത്തിന്റെ ഒരു പങ്ക് അത് അർപ്പിക്കുന്നവൻ ഭക്ഷിച്ചാൽ 1-ാം ദിവസമായാലും 2-ാം ദിവസം, 2 ദിവസം ഭക്ഷിക്കാം. 3-ാം ദിവസം ഭക്ഷിക്കുന്ന പ്രസാദമല്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം 1-ഉം 2-ഉം ദിവസം ഭക്ഷിക്കുന്ന പ്രസാദമാണ്, അനുഗ്രഹമാണ്. നമ്മൾ ചിന്തിച്ചു കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. അതുപോലെ പഴയ നിയമത്തിൽ ഒരു തെളിവ് പോലെ പറയാം, പഴയ നിയമത്തിൽ യാഗങ്ങൾ കഴിക്കുന്നവര് അവര് ഭക്ഷിക്കുമ്പോൾ അത് അവർക്ക് അനുഗ്രഹമാണ്. എന്നിട്ട് 20-ാം വാക്യത്തിൽ കണ്ടോ, എന്നാൽ അശുദ്ധി തന്റെ മേൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാന യാഗങ്ങളുടെ മാംസം തിന്നാൽ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം എന്ന് വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അയോഗ്യമായി അപ്പം തിന്നുന്നവനെ കൊന്നു കളയണമെന്ന്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മളത് 11-ാം അധ്യായത്തിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്നും കർത്തൃമേശയിൽ സംബന്ധിക്കുന്നത് അനുഗ്രഹമാണ്. അത് സംബന്ധിക്കേണ്ട പോലെ സംബന്ധിക്കണം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുകയില്ല. എന്ന് മാത്രമല്ല, അശുദ്ധിയോടെയാണ് അതിൽ നിന്ന് ഭക്ഷിക്കുന്നത് എങ്കിൽ, ഇതിന്റെ കൂടുതൽ വിശദീകരണം 11-ാം അധ്യായത്തിലുണ്ട്, ആണെങ്കിൽ അവനെ കൊന്നുകളയണം, മരണശിക്ഷയും ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടെ നമുക്ക് ചിന്തിക്കാം. നോക്കുക, കർത്തൃമേശയുടെ ഒരു നിഴലായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കണം. പഴയ നിയമത്തിലും അത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് 20-ാം വാക്യം വായിച്ചു പോയാലും മതി. 20-ാം വാക്യം വായിച്ചാട്ടെ. ജാതികൾ കൊരിന്ത്യരല്ലേ, അതായത് 1 കൊരിന്ത്യർ 10:20. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നുവെന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല.
മതി. നമ്മള് 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പറയുന്നത് എന്ത്, വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ അല്ല. അത് അത് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. 8-ാം അധ്യായത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ഈ വിഗ്രഹത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്നോ, അല്ലെങ്കിൽ അത് അതിന് നിവേദിച്ച ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നോ അല്ല, അങ്ങനെ പറയുന്നില്ല. അതൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ തന്നെ 20-ാം വാക്യത്തിൽ പറയുന്നത് ഓരോ വിഗ്രഹത്തിന്റെ പിന്നിൽ ഓരോ ഭൂതങ്ങളുണ്ടെന്നുള്ളതാണ്. ഓരോ പിശാചുക്കളുണ്ട്. പിശാചുക്കളുടെ ഒരു നേതാവുണ്ട്, ഒരുപാട് പിശാചിന്റെ ദൂതന്മാരും ഉണ്ട്. അതിന്റെ വിശദീകരണങ്ങളും നമ്മൾ ചിലപ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ അത് ഓർപ്പിക്കുന്നില്ല. അപ്പോൾ ഓരോ വിഗ്രഹത്തിന്റെ പിന്നിലും ഓരോ ഭൂതങ്ങളുണ്ട്. ആ ഭൂതങ്ങൾക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന പ്രവർത്തന മേഖലകളും ശക്തിയുമുണ്ട്. അവർക്കും ശക്തിയുണ്ട്. ആ ശക്തി ദൈവം കൊടുത്തിരിക്കുന്ന ശക്തി, അനുവദിക്കുന്ന ശക്തി മാത്രം. നമ്മള് മോശയുടെ വടി സർപ്പമായതുപോലെ അവരുടെ മന്ത്രവാദികളുടെ വടിയും സർപ്പമായി. പക്ഷെ മോശയുടെ വടി മറ്റവരുടെ വടിയെ തിന്നുകളഞ്ഞു, അല്ലെങ്കിൽ സർപ്പത്തെ തിന്നുകളഞ്ഞു എന്നുള്ളതാണ് ആ അത്യന്ത ശക്തി, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഭൂതങ്ങളുടെ വിഗ്രഹാർപ്പിതം തിന്നുന്നത് കർത്തൃമേശ പോലെ തന്നെ ഭൂതങ്ങളുമായിട്ടൊരു അഭേദ്യ ബന്ധം ഉണ്ടാകുന്ന കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഒരാൾ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നു, അത് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ജീവൽ ബന്ധം. ആ വ്യക്തി പോയി പിശാചിന്റെ മേശയിൽ നിന്ന് തന്നെ എന്ന് പറയാം. പിശാചിന്റെ മേശയിൽ നിന്ന് അവർക്കും ഉണ്ട് ഈ ബലിയുണ്ട്, അഥവാ യാഗമുണ്ട്, അവിടെ കുടിയുണ്ട്, തീറ്റിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഭക്ഷണം തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമുണ്ട്. അതിൽ പങ്കെടുക്കുമ്പോൾ പിശാചുമായിട്ടാണ് ആ ബന്ധം ഉണ്ടാകുന്നത്. ഇതൊരിക്കലും പാടില്ല എന്നാണ് 21-ാം വാക്യത്തിൽ പറയുന്നത്. പാടില്ല, നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും സംബന്ധിക്കരുത്. സംബന്ധിച്ചാൽ ദൈവ കോപം നിങ്ങളുടെ മേൽ വരുമെന്ന് 22-ാം വാക്യത്തിൽ പറയുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കുകയും കർത്തൃമേശയിൽ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു പോകുന്ന ദൈവമക്കൾ, അല്ലെങ്കിൽ വിശ്വാസികൾ ആരും തന്നെ അനാത്മികമായ ഒരു കാര്യപരിപാടിയിലോ, ഉത്സവങ്ങളിലോ പെരുന്നാളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റേതൊരു കാര്യത്തിലോ ഒരു കാരണവശാലും പങ്കെടുക്കാൻ പാടില്ല. അതായത് ദൈവവുമായി ബന്ധമില്ലാത്ത, അല്ലെ പൈശാചികമായ, വിഗ്രഹവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ അയൽവക്കമാണെന്ന് വെച്ചോ, സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലോ, നാട്ടുകാരെന്ത് പറയുമെന്ന് ചിന്തിച്ചോ, ലോകക്കാരെ പിണക്കാതിരിക്കാനോ ആയിട്ട് നാം ചെയ്യാൻ പാടില്ല. ദൈവത്തെ പിണക്കാൻ പാടില്ലെന്ന് നാം ഓർക്കുക. ദൈവത്തെ സ്നേഹിക്കുന്ന, കർത്തൃമേശയിൽ സംബന്ധിക്കുന്ന ചെറിയൊരു കാര്യമല്ല. കർത്തൃമേശയിൽ സംബന്ധിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തവും ശരീരവുമായിട്ടുള്ള ജീവൽ ബന്ധമാണ് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ആ നമ്മൾ ഒഴിഞ്ഞിരിക്കേണ്ട എല്ലാ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞിരുന്നേ മതിയാകുള്ളൂ. അത് നല്ലതല്ല, അത് പാടില്ലെന്ന് തന്നെ 21-ാം വാക്യത്തിൽ പറയുന്നു. 22-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ചെയ്താൽ അനാത്മികമായ കൂട്ടുകെട്ടിലും ബന്ധത്തിലും, അനാത്മികമായ ആഘോഷങ്ങൾക്കും പെരുന്നാളുകൾക്കും അതിന് സംബന്ധിക്കുന്ന പക്ഷം, അതിൽ പങ്കെടുക്കുന്ന പക്ഷം, ഭൂതങ്ങളുമായിട്ടുള്ള ബന്ധമാണത്, കഠിനമായി ശിക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ഈ ആലോചനകൾ നമ്മുടെ വരുന്ന ദിവസങ്ങളിലെ ക്രിസ്ത്യൻ ജീവിതത്തിൽ കർത്താവിനെ അധികമായി സ്നേഹിപ്പാൻ, കർത്താവിനെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കുവാൻ, കർത്തൃമേശയിൽ സംബന്ധിപ്പാൻ, ഒഴിഞ്ഞിരിക്കേണ്ടതെന്ന് ഒഴിഞ്ഞിരിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. സംബന്ധിച്ച എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.